ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മക്കണ സ്മൂത്തിയാണ്. ഈ സ്മൂത്തിയിൽ വന്നിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവനായി കാണണം. കൂടുതൽ ഈ സ്മൂത്തിയെ പറ്റി അറിയാനായി ഞാൻ ബോണസ് ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സ്മൂത്തിക്ക് വേണ്ടതായിട്ടാണ് നമ്മൾ ഒരു 1/2 കപ്പ് മക്കണ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഈ മക്കണയിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ഒരു എനർജി ബൂസ്റ്റർ കൂടിയാണ്. ഇനി നമുക്ക് ഇത് ചൂടായി വന്നിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ 5-6 ബദാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതുപോലെ കശുവണ്ടിയും 5-6 ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വാൾനട്ട് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം, ചെറുതായി ഒന്ന് നല്ലോണം ചൂടായി വരുന്നവരെ. ഇനി പംകിൻ സീഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് നല്ലോണം ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കാം. ഈ വാൾനട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രെയിനെല്ലാം വളരെ നല്ലതാണ്, ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ പംകിൻ സീഡും നമുക്ക് തൈറോയ്ഡ്, അതേപോലെ തന്നെ വണ്ണം കുറയ്ക്കുവാനും വളരെ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങളാണ്. ഒരു ചെറിയ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ പഴം പൊളിച്ച് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചതാണ്, അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മക്കണയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. പിന്നെ ചാനൽ പുതിയതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. ഇനി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി നമുക്ക് വറുത്ത് വെച്ചത് ഇതിൽ ചേർത്തി കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിൽ 3 ഈന്തപ്പഴം കുരു കളഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്, നമുക്ക് ചെറിയ മധുരത്തിന് വേണ്ടി. ഇനി കപ്പലണ്ടി, ഒരു 2 ടീസ്പൂണ് കപ്പലണ്ടിയാണ് ഞാൻ ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് പാലാണ് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത പാലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ജാറ് അടച്ച് ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഈ സ്മൂത്തി വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ 1/2 മണിക്കൂർ മുമ്പ് കഴിക്കുക. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിക്കാൻ പാടുള്ളൂ. അതേപോലെ ഈ സ്മൂത്തി നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും ദഹനത്തിനും എല്ലിനും വളരെ നല്ലതാണ്. ഇത് നമുക്ക് കഴിച്ചാൽ പെട്ടെന്ന് വിശപ്പും തോന്നിക്കുകയില്ല. അങ്ങനെ നമ്മുടെ സ്മൂത്തി നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കാം. അങ്ങനെ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മക്കണയും അതേപോലെ തന്നെ ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ട് നമ്മൾക്ക് നല്ലൊരു ഗാർണിഷാക്കി എടുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ സ്മൂത്തികൾ വേറെയുമുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതുണ്ടാക്കി നോക്കണം, കഴിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.